بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد വിശുദ്ധ ഖുർആനിന്റെ ചെറിയ സൂറത്തുകളുടെ ആശയങ്ങൾ പഠിക്കുക എന്ന നിലക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മുതൽ നമ്മൾ വിശുദ്ധ റമദാനിന്റെ തുടക്കം മുതൽ നമ്മൾ ഓരോ സൂറത്തുകളും പഠിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള സൂറത്ത് ഖുറൈശ് സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്ത് ഖുറൈശികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് പറയപ്പെടുന്ന സൂറത്താണ്. അതിന്റെ ആശയം നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനുഗ്രഹങ്ങൾ സർവാനുഗ്രഹിയും പ്രത്യേകമായ പരലോകത്തെ അനുഗ്രഹവും ചെയ്യുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ. ലഇലാഫി ഖുറൈശ്, ഖുറൈശികൾ ഇണങ്ങിച്ചേരുന്നതിന് വേണ്ടി. ലഇലാഫി ഇണങ്ങിച്ചേരുന്നതിന് വേണ്ടി. ഖുറൈശിൻ ഖുറൈശികൾ. ഈലാഫിഹിം അതും ഈലാഫി എന്ന പദം തന്നെ. ഈലാഫിഹിം അവർ ഇണങ്ങുന്നതിന് വേണ്ടി. റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്, റിഹ്ലത്ത് യാത്രയോട്. റിഹ്ലത്തശ് ശിതാഇ ശൈത്യകാലത്ത് തണുപ്പ് കാലത്തുള്ള യാത്രയോടും, വസ്സൈഫി ഉഷ്ണകാലം ചൂടുകാലത്തുള്ള യാത്രയോടും ആ ഖുറൈശികൾ ഇണങ്ങുന്നതിന് വേണ്ടി. എന്താണ്? ഖുറൈശികൾക്ക് 2 യാത്രയുണ്ടായിരുന്നു. കച്ചവട സംഘവുമായി അവര് വർഷത്തില് അവരുടെ വരുമാന വഴിയായിട്ട് അവര് 2 യാത്ര നടത്തിയിരുന്നു. ഒന്ന്, ശൈത്യകാലത്ത് യമനിലേക്ക് കച്ചവട സംഘം പോകും. എന്നിട്ട് അവിടെ പോയി നല്ല കച്ചവടവും ലാഭവും ഉണ്ടാക്കി അവരുടെ 6 മാസത്തെ വരുമാനം അതായിരിക്കും. പിന്നീട് ചൂടുകാലം വരുമ്പോൾ ഒരു യാത്ര കൂടി ചെയ്യും. അത് ഷാമിലേക്കായിരുന്നു, ഫലസ്തീനിലേക്ക്, ഷാമിന്റെ ഭാഗത്തേക്ക്. കച്ചവടത്തിൽ ലാഭം കൊണ്ടായിരുന്നു അവരുടെ ജീവിതം കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ 2 യാത്ര. ആ 2 യാത്രയൊക്കെ അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിന് വേണ്ടി. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. വേണ്ടി എന്താണെന്ന് പറയും. ഞാനൊന്നും കൂടി അർത്ഥം പറയാം. അർത്ഥമൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. ലഇലാഫി ഖുറൈശിൻ, ഖുറൈശികൾ ഇണങ്ങിച്ചേർന്നതിന് വേണ്ടി. ഈലാഫിഹിം അവരെ ഇണങ്ങുന്നതിന് വേണ്ടി. റിഹ്ലത്ത യാത്രയോട്. റിഹ്ലത്തശ് ശിതാഇ ശൈത്യകാലത്തുള്ള യാത്രയോടും, വസ്സൈഫി ഉഷ്ണകാലത്തുള്ള യാത്രയോടും അവർ ഇണങ്ങുന്നതിന് വേണ്ടി. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഫൽയഅ്ബുദൂ അവരെ ആരാധന ചെയ്യണം, അവരെ ഇബാദത്ത് ചെയ്യേണ്ടത്. റബ്ബ ഹാദൽ ബൈത്ത് ഈ വീടിന്റെ റബ്ബിനാണ്, ഈ കഅബ ശരീഫിന്റെ റബ്ബിനാണ് അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. ഫൽയഅ്ബുദൂ അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. റബ്ബ ഹാദൽ ബൈത്ത് ഈ കഅബ ശരീഫിന്റെ റബ്ബിനിക്ക് ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. അപ്പൊ അല്ലാഹു അവർക്ക് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ, അവരുടെ ജീവിതം, ആ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ അവർക്ക് അള്ളാഹു കച്ചവടത്തിലൂടെ തയ്യാറാക്കി കൊടുത്തത് കൊണ്ട് ഈ കഅബ ശരീഫിന്റെ റബ്ബ് ഏകനായ റബ്ബാണ്, മറ്റു ഇതര ദൈവങ്ങളല്ല. അവയൊക്കെ വെടിയണം, അവരെ ഒന്നും ആരാധിക്കാൻ പാടില്ല. മറിച്ച് ഈ കഅബ ശരീഫിന്റെ റബ്ബ്, കഅബ ശരീഫിനെ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്തിന്റെ കഥ, അള്ളാഹുവിന്റെ പ്രത്യേക സഹായം കൊണ്ട് പൊളിച്ച കഥ ശേഷം വരുന്നുണ്ട് അടുത്ത സൂറത്തിൽ. അപ്പൊ ഈ കഅബ ശരീഫ് എന്ന ഈ പരിശുദ്ധമായ വീട്, ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബ ശരീഫ. റബ്ബ ഹാദൽ ബൈത്ത് ഈ വീടിന്റെ രക്ഷിതാവിനെ അവരെ ആരാധിക്കണം. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ അത്അമഹും അവർക്ക് ഭക്ഷണം നൽകി. മിൻ ജൂഇ വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകിയ റബ്ബാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അള്ളാഹു എടുത്തു പറയുകയാണ്. നമുക്കൊക്കെ എത്ര ഭക്ഷണം നമുക്ക് തിന്നുന്നത്? നമ്മളും ആലോചിക്കുക. നമുക്ക് അള്ളാഹു എത്ര ഭക്ഷണം തരുന്നു.
നമ്മൾ എത്രമാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണം നൽകുന്ന റബ്ബിനെ ഇബാദത്ത് ചെയ്യാതെ മറ്റു ഇതര വ്യക്തികളെയും വസ്തുക്കളെയും നിർമ്മാണങ്ങളെയും ആരാധിക്കുന്നത് ശരിയല്ലല്ലോ. മറിച്ച് ഈ ഭക്ഷണം നൽകുന്ന സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ നൽകിയ, ജീവിത വിഭവങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ശരിയാക്കി തന്ന ലോകരക്ഷിതാവിന്, കഅബ ഷരീഫിന്റെ രക്ഷിതാവിന് അല്ലേ ഇബാദത്ത് ചെയ്യേണ്ടത്. അത്അമഹും അല്ലദീ അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനാണ്. വഅമനഹും മിൻ ജൂ വഅമനഹും മിൻ ഖൗഫ്, അവരെ നിർഭയമാക്കി. ആമന, അല്ലാഹു അവരെ നിർഭയമാക്കിയവനുമാണ്. മിൻ ഖൗഫ്, ഭയത്തെ തൊട്ട്, പേടിയെ തൊട്ട്. മക്കയില് ആരും ആക്രമിക്കാൻ വരാത്തതായ നിലക്ക് നിർഭയത്വം നൽകിയ രാജ്യമാണ് മക്ക ഷരീഫ്. ശത്രുക്കൾക്ക് പോലും അങ്ങോട്ട് കയറാൻ ഭയമായിരുന്നു. കഅബ ഷരീഫ് പൊളിക്കാൻ വന്ന ആനസംഘത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അങ്ങ് കഅബയെയും പരിസരത്തെയും അള്ളാഹു നിർഭയ രാജ്യമാക്കി. ശത്രുക്കൾ പോലും സമയത്ത് നേരെ കഅബ ഷരീഫിന്റെ അടുത്തേക്ക് വന്ന് നിർഭയമായി ജീവിക്കും. ആരും അവിടെ കയറിയാൽ, അവിടെ എത്തിയാൽ ആക്രമിക്കുകയില്ല എന്ന നിലക്ക് നിർഭയത്വം നൽകിയ രാജ്യമാണ്. അങ്ങനെ നിർഭയവും ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളൊക്കെ ചെയ്ത അള്ളാഹുവിനെ അവരെ ആരാധിക്കട്ടെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കട്ടെ. ഇതിന് നമുക്ക് പാഠമുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താണ് നമ്മൾ ജീവിക്കേണ്ടത്. ഖുറൈശികളോടും അള്ളാഹു അതാണ് കൽപ്പിക്കുന്നത്. അതാണ് ഈ ആയത്തിന്റെ തത്വം. അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കും നൽകിയത്. ഭക്ഷണവും നിർഭയത്വവും സുരക്ഷിതത്വവും സന്തോഷവും യാത്രകളും ഒക്കെ നമുക്ക് നൽകി. നമ്മുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ നന്ദി ചെയ്ത് ഇബാദത്തിലും റുക്കൂയിലും സുജൂദിലും നിസ്കാരവും സൽക്രമങ്ങളും സേവന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന തത്വമാണ് ഈ ആയത്തിൽ, ഈ സൂറത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, 7 കാര്യങ്ങളെ കൊണ്ട് ഖുറൈശികൾ അള്ളാഹു ശ്രേഷ്ഠമാക്കി. ഒന്ന്, ഞാൻ ഖുറൈശികളിൽപ്പെട്ടവനാണ്. നുബുവത്ത് ഖുറൈശികളിലാണ്. ഹജ്ജിന് വെള്ളം കൊടുക്കലും ഭക്ഷണം കൊടുക്കലും ഖുറൈശികളാണ്. ആനസംഘത്തിന്റെ മേലിൽ ആ ഖുറൈശികൾ അള്ളാഹു സഹായിച്ചു. ഖുറൈശികൾ ആരും ആരാധിക്കാനില്ലാത്ത കാലത്ത് 10 വർഷം ഖുറൈശികളിലായിരുന്നു ഇസ്ലാം പ്രബോധനം തുടങ്ങിയത്. അവരിൽ പലരും ഇസ്ലാമിലേക്ക് വന്നു. അവർ ആരും, ലോകത്തൊരാളും അള്ളാഹുവിനെ ആരാധിക്കാനില്ലാത്ത കാലത്ത് ഖുറൈശികൾ അള്ളാഹുവിനെ ആരാധിച്ചു 10 വർഷത്തോളം. മുഅ്മിനായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം എന്ന് പറഞ്ഞാൽ തങ്ങളെ ഹിജ്റ പോയുന്നതിന് മുമ്പുള്ള വർഷങ്ങളാണ്. അവിടെ ഖുറൈശികളായ ഒരുപാട് ആളുകൾ മുസ്ലിമായില്ലേ. അതുകൊണ്ട് ഖദ്ദിമു ഖുറൈശൻ, ഖുറൈശികളെ നിങ്ങൾ ആദരിക്കണമെന്ന് പറഞ്ഞത് കാണാം. ഖുറൈശികൾപ്പെട്ടവരാണ് മുത്തുനബി. നളിർ എന്നവരുടെ മക്കളാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. അതുപോലെ ഖുറൈശികൾ ആദരിക്കുന്നതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താന പരമ്പരകളെ, കുടുംബ പരമ്പരകളെ ആദരിക്കണം. കാരണം അവരൊക്കെ ഖുറൈശികളിൽ പെടുന്നതാണ്. അവരെ ബഹുമാനിക്കണം. അത് ഞാൻ മുമ്പ് ക്ലാസ്സിലും ഇന്ന ഷാനിയക വൽ അബ്തർ പറഞ്ഞ സമയത്ത് നമ്മൾ വിവരിച്ചതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.